السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. صدق الله العلي العظيم. ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹമുള്ള എൻ്റെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, മറ്റു സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിംകൾക്കിടയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കുന്നു സ്ത്രീകളുടെ ജുമുഅയും ജമാഅത്തും. നമ്മുടെ സ്റ്റേജുകളും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൊണ്ട് നിബിഡമാണ്, സജീവമാണ്. അത് സംബന്ധിച്ചുള്ള ഇസ്ലാമികമായ മാനം ഇന്നതാണെന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ എന്റെ മുമ്പിലുള്ള ചുമതല. അള്ളാഹുവിന്റെ അടിമകളാണ്, അവന്റെ സൃഷ്ടിയാണ് സ്ത്രീയും പുരുഷനും. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കേവലം ലിംഗവ്യത്യാസം മാത്രമല്ല, മനോബലത്തിലും കായബലത്തിലും മറ്റും പ്രകൃതിപരമായ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള അധികാരാവകാശങ്ങളാണ് ഇരു വിഭാഗങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകും. അതാവട്ടെ ന്യായയുക്തവും ആകുന്നു. ചില ആളുകൾ അവകാശപ്പെടാറുണ്ട്, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ എല്ലാ കാര്യങ്ങളിലും സമത്വം നിലനിർത്തണം എന്ന്. സത്യം തുറന്നു പറയാമല്ലോ, നാം അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയം ഇഅ്താഉ കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹ്, അർഹിക്കുന്ന അധികാരാവകാശങ്ങൾ അത് അർഹിക്കുന്നവർക്ക് നൽകുക എന്നതാണ്. തദടിസ്ഥാനത്തിൽ പൗരുഷത്വത്തോടനുയോജ്യമായ പുരുഷ വിഭാഗം അർഹിക്കുന്ന അധികാരാവകാശങ്ങൾ പുരുഷന്മാർക്കും, സ്ത്രീത്വത്തോടനുയോജ്യമായ സ്ത്രീ വിഭാഗം അർഹിക്കുന്ന അധികാരാവകാശങ്ങൾ സ്ത്രീകൾക്കും നൽകുക. അതാണ് ന്യായം, അതാണ് നീതി, സർവോപരി അതാണ് സുന്ദരം. എന്നാൽ സ്ത്രീത്വവും പൗരുഷവും തമ്മിൽ പ്രകൃതിയാ വ്യത്യാസമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ചില ഉദാഹരണങ്ങൾ നോക്കൂ. പുരുഷന്റെ ശരീരഘടന പരുക്കനാണെങ്കിൽ സ്ത്രീകളുടേത് അതിനെ അപേക്ഷിച്ച് മൃദുലമാണ്. കായബലത്തിലുള്ള വ്യത്യാസമാണിത് സൂചിപ്പിക്കുന്നത്. പുരുഷന്റേത് ആധിപത്യ സ്വഭാവമാണെങ്കിൽ സ്ത്രീകളുടേത് വിധേയത്വ സ്വഭാവമാണ്. മനോബലത്തിലുള്ള അന്തരമാണിത് പ്രകടമാക്കുന്നത്. ഈ രീതിയിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല, സ്ത്രീ പുരുഷൻ എന്ന നിലയ്ക്ക് തന്നെ ഒട്ടേറെ അന്തരങ്ങൾ ഇരു വിഭാഗങ്ങൾക്കിടയിലും ഉണ്ട്. പരമമായ ഈ യാഥാർത്ഥ്യം മുസ്ലിങ്ങളെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവരും സമ്മതിച്ചേ മതിയാകൂ. കാരണം ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ്
സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നാം ഭൗതിക കാര്യങ്ങളിലും അന്തരങ്ങൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, 20 ലോക്സഭാ സീറ്റുള്ളതിൽ ഒരു വനിതാ അംഗം മാത്രമേ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. അവിടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സ്ത്രീ വിഭാഗത്തിന് നൽകാൻ മുസ്ലിംകൾ എന്നല്ല, പുരോഗമനത്തിന്റെ പുറംചട്ടയണിഞ്ഞ ഭൗതിക രാഷ്ട്രീയ കക്ഷികൾ പോലും തയ്യാറായില്ല എന്നതല്ലേ നേര്. 141 അംഗ അസംബ്ലിയിൽ, കേരളത്തിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ കേവലം 13 പ്രതിനിധികൾ മാത്രമാണ് സ്ത്രീകൾക്കായി നമ്മുടെ അസംബ്ലിയിലുള്ളത്. 141 അംഗങ്ങളിൽ. എന്താണിത് സൂചിപ്പിക്കുന്നത്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളോ സുന്നികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ മാത്രം കാഴ്ചപ്പാടല്ലിത്. സൗഅൻ ഔ കുർഹൻ, അറിഞ്ഞോ അറിയാതെയോ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള വ്യത്യാസം പ്രാവർത്തികമായി ആ വ്യത്യാസം അംഗീകരിച്ചവരാണ് രാജ്യത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത കക്ഷികളും കക്ഷിക്കാര് പോലും എന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്തിനേറെ, നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1/3 സംവരണം പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് മുഖേന നിഷ്കർഷിക്കപ്പെട്ടു. എന്തിനാണ് ഈ സംവരണം നിഷ്കർഷിക്കപ്പെട്ടത്? അതില്ലായിരുന്നെങ്കിൽ വനിതാ വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകാൻ മുസ്ലിം രാഷ്ട്രീയ കക്ഷി എന്നല്ല, തനി ഭൗതികന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും തയ്യാറില്ല, കഴിഞ്ഞ കാലങ്ങളിൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അസംബ്ലി പാർലമെന്റുകളിൽ 1/3 സംവരണം വരുമെന്ന് പറയപ്പെടുന്നു. അല്ലാഹുവേളം അങ്ങനെയൊരു മുസീബത്ത് വരുമായിരിക്കാം, വരാതിരിക്കാം, അല്ലാഹുവേളം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധമാക്കുന്നത്? സ്വയം അങ്ങനെ ഒരു ആനുപാതിക പ്രാതിനിധ്യം നൽകാൻ രാജ്യത്തെ മുസ്ലിങ്ങളല്ലാത്തവർ പോലും, മതേതരത്വം അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ ഭൗതികന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും തയ്യാറായിട്ടില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1036 സ്ത്രീകൾ വീതമുണ്ട്. ആ നിലയ്ക്ക് വരുമ്പോൾ ഏതൊരു സഭയിലും ഏതൊരു ആഫീസിലും മാനുഷിക പരിഗണന അർഹിക്കുന്ന മറ്റ് മേഖലകളിലും പുരുഷന്മാരെക്കാൾ ഒരു ചെറിയ ശതമാനം മുൻതൂക്കം സ്ത്രീ വിഭാഗത്തിനും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതല്ലേ? മുസ്ലിംകൾ എന്ന് പറയുന്നത് കേരളത്തിൽ കേവലം 23% മാത്രമാണ്. മറ്റുള്ള ആളുകൾ പോലും ആനുപാതിക പ്രാതിനിധ്യം നൽകാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്നത് പ്രകൃതിപരമായ വ്യത്യാസം, സ്ത്രീത്വത്തിനുണ്ടാകുന്ന പരിമിതി സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും പരസ്യമായി സമ്മതിക്കാൻ മുന്നോട്ട് വന്നാലും ഇല്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ മുഖേന അവർ സമ്മതിച്ചിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. സുന്നത്തമായത്തിന്റെ ആളുകൾ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ച് മറ്റു വല്ലതും പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്യുക പതിവില്ല. എന്നാൽ ഇതിൽ നിന്നൊക്കെ കൂടുപൊട്ടിച്ച് പുറത്തു ചാടി മറ്റൊരു രീതിയിൽ സ്ത്രീകളെ കൊണ്ടുവരണമെന്ന് സിദ്ധാന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ അന്താരാഷ്ട്ര ലെവലിൽ ഐക്യരാഷ്ട്രസഭ തന്നെ ഒരു പ്രത്യേക ചാർട്ടർ അംഗീകരിക്കുന്നത്, സമത്വത്തിന്റെ ചാർട്ടർ അംഗീകരിക്കുന്നത് 1945-ലാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സ്ത്രീത്വത്തിന് മാനം കൽപ്പിച്ച്, സ്ത്രീത്വത്തിന് അംഗീകാരം നൽകി, ബഹുമതി നൽകി, സ്ത്രീത്വം അർഹിക്കുന്ന
അധികാരാവകാശങ്ങൾ അവർക്ക് നൽകുക എന്ന വളരെ ആദരപരമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഏതൊരു മേഖല പരിശോധിച്ചാലും ഇത് ബോധ്യമാകും. ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിൽ ജനങ്ങൾ നീങ്ങാൻ തുടങ്ങിയാൽ രാജ്യത്ത്